മകളെ, കൗരവ പാണ്ഡവ യുദ്ധം അവസാനമില്ലാതെ തുടരുകയാണ്. ഒരു പകൽ മുഴുവൻ യുദ്ധം ചെയ്തിട്ടും വിജയം കണ്ടെത്താൻ കഴിയാതെ ഇരുപക്ഷവും പരസ്പരം കൊന്നുകൊണ്ടിരുന്നു. വളരെ മഹാരഥന്മാരായ രാജാക്കന്മാരുടെ ജീവൻ അന്ന് ഇരുപക്ഷത്തിനും നഷ്ടമായി. രാത്രിയുടെ കട്ടപിടിച്ച ഇരുളിൽ പന്തങ്ങൾ കൊളുത്തി ഇരുപക്ഷവും യുദ്ധം തുടർന്നു. ജീവഭയത്താൽ യുദ്ധഭൂമിയിൽ നിന്നും പലായനം ചെയ്യുകയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങി തിരിച്ചെത്തി യുദ്ധം തുടരുകയും ചെയ്യുന്നത് നിത്യസംഭവമായി. അങ്ങനെ മടങ്ങി വരുമ്പോഴും ജീവൻ രക്ഷിക്കാമെന്നാരും ഉറപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. മടങ്ങി വന്ന് യുദ്ധം ചെയ്യൂ, അന്തിമ വിജയം നമുക്കുള്ളതാണെന്ന അവകാശവാദങ്ങൾ പലതവണ ഉയർന്നു കേട്ടു. എന്നിട്ടും ആർക്കും ആരെയും രക്ഷിക്കുവാൻ സാധിച്ചില്ല. സ്വന്തം ജീവൻ നിലനിർത്തുക എന്ന ഒരു നയത്തിലേക്ക് ധാരാളം പേർ എത്തിച്ചേർന്നു. എന്നാലും സ്വന്തം ജീവൻ മറന്ന് യുദ്ധം ചെയ്യുന്ന ചിലർ ഉണ്ടായിരുന്നു. ഇപ്രകാരം സ്വന്തം ജീവൻ പണയം വെച്ച് പൊരുതിയ ഭീമപുത്രനായ ഘടോത്കചനെയും സൂതപുത്രനായ കർണനെയും നമ്മൾ കണ്ടു. ഇതേ സമയത്ത് സ്വമേധയാ യുദ്ധത്തിന് പുറപ്പെടുന്ന അലായുധൻ എന്ന രാക്ഷസനെയും നമ്മൾ കണ്ടതാണ്. ദുര്യോധനൻ്റെ അനുവാദം വാങ്ങി പാണ്ഡവരെ വധിക്കുവാൻ വേണ്ടി അലായുധനും സൈന്യവും സന്തോഷത്തോടെയാണ് പുറപ്പെട്ടത്. സഞ്ജയൻ തുടർന്നു, രാജാവേ, അലായുധൻ എത്തിച്ചേർന്നതോടെ കൗരവ സൈന്യത്തിൽ പുതിയൊരു ഉണർവ് ഉണ്ടായി. ഈ സമയത്തും ഘടോത്കചൻ കർണനുമായി പോരാടുകയായിരുന്നു. ഭീമപുത്രനായ ഘടോത്കചൻ ഓരോ തവണയും പുതിയ പുതിയ മായാവിദ്യകൾ പുറത്തെടുത്തുകൊണ്ടിരുന്നു. അവൻ്റെ രൗദ്രഭാവം കൊണ്ട് ദ്രോണാചാര്യർ പോലും സംഭ്രമിച്ചു. കൗരവ സൈന്യം ഞെട്ടിവിറച്ചു. ദുര്യോധനൻ്റെ അടുത്തു നിന്നും അലായുധൻ പുറപ്പെടുമ്പോൾ ദുര്യോധനൻ വിളിച്ചു പറഞ്ഞു, അലായുധ, ഈ യുദ്ധത്തിൽ കർണൻ തൻ്റെ കഴിവിലും അധികം ശക്തിയെടുത്താണ് ആ രാക്ഷസനോട് യുദ്ധം ചെയ്യുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഘടോത്കചനെ വധിക്കുവാനുള്ള അവകാശം നിങ്ങൾക്ക് വിട്ടുതരുന്നു. നിങ്ങളവൻ്റെ വിധി ക്രൂരമായി നടപ്പാക്കുക. അവനിൽ നിന്നും കർണന് ഒരു ദോഷവും ഉണ്ടാകാതെ ശ്രദ്ധിച്ചു കൊള്ളണം. മഹാരാജാവേ, അലായുധൻ ഘടോത്കചനോട് യുദ്ധം ആരംഭിച്ചു. രണ്ടു രാക്ഷസന്മാരും തുല്യശക്തികളായി പോരാടി. അലായുധനെ മുന്നിൽ കണ്ടപ്പോൾ ആ ഭീമപുത്രൻ കർണനെ വിട്ടിട്ട് രാക്ഷസന് നേരെ തിരിഞ്ഞു. അവർ അന്യോന്യം കൂരമ്പുകൾ വർഷിക്കുവാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ ഘടോത്കചൻ ക്ഷീണിതനായി. ഈ അവസരം നോക്കി അലായുധൻ ഭീമപുത്രനെ വധിക്കുവാനുള്ള പദ്ധതികൾ ഒരുക്കി. അലായുധൻ്റെ പിടിയിൽപ്പെട്ട തൻ്റെ മകൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഭീമൻ അലായുധനോട് യുദ്ധം ചെയ്തു. രാക്ഷസ സൈന്യം ഒന്നടങ്കം അലായുധനെ മുന്നിൽ നിർത്തി ഭീമനോട് യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ചു. അവർ ഏറ്റവും ശക്തിയോടെ പോരാടിയെങ്കിലും ഭീമനെ തടയാൻ അവർക്കായില്ല. ഭീമൻ്റെ ശരങ്ങളേറ്റ് ധാരാളം പേർക്ക് മാരകമായ മുറിവുകൾ ഉണ്ടായി. മുറിവേറ്റവർ നിലവിളിച്ചുകൊണ്ട് യുദ്ധഭൂമിയുടെ 4 ഭാഗത്തേക്കും ചിതറിയോടി. അപ്പോൾ അലായുധൻ ഭീമസേനോട് നേരിട്ട് ഏറ്റുമുട്ടി. ഭീമൻ വിക്ഷേപിച്ച ചില ശക്തമായ ശരങ്ങൾ രാക്ഷസൻ പിടിച്ചെടുത്തു. രാക്ഷസൻ്റെ ശരമേറ്റ് ഭീമൻ്റെ വില്ല് തകർന്നു വീണു. ഭീമൻ്റെ കുതിരകളെയും സാരഥിയെപ്പോലും അയാൾ നാമാവശേഷമാക്കി. അത്യന്തം ക്രുദ്ധനായ ഭീമൻ ഒരു ഗദ അലായുധൻ്റെ നേർക്ക് ചുഴറ്റിയെറിഞ്ഞു. രാക്ഷസൻ സ്വന്തം ഗദ വീശിയെറിഞ്ഞ് ഭീമൻ്റെ ഗദയുടെ ലക്ഷ്യം തെറ്റിച്ചു. ഇരുവരും ഗദ ഉപേക്ഷിച്ച് മുഷ്ടിയുദ്ധം ആരംഭിച്ചു. പരസ്പരമുള്ള താടനങ്ങൾ കൊണ്ട് ഇരുവർക്കും വേദനയുണ്ടായി. ക്രമേണ മുഷ്ടിയുദ്ധം കായികയുദ്ധമായി പരിണമിച്ചു. യുദ്ധഭൂമിയിൽ നിന്നും ലഭിച്ച തേർചക്രങ്ങളും മറ്റു രഥഭാഗങ്ങളും ഉപയോഗിച്ച് അവർ പരസ്പരം എറിയുവാനും താടിക്കുവാനും തുടങ്ങി. രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്നും രക്തപ്രവാഹം ആരംഭിച്ചു. ഇരുവരും തുല്യശക്തിയോടെ പോരാടി. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇത് കണ്ടു. അദ്ദേഹം ഘടോത്കചനെ വിളിച്ചു പറഞ്ഞു, പുത്രാ, നോക്കൂ, നമ്മുടെ എല്ലാം മുന്നിൽ വെച്ച് അലായുധൻ ഭീമനെ അകപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നീ അലായുധനെ വധിക്കൂ. കർണൻ്റെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. രാജാവേ, അപ്പോൾ ഭീമപുത്രൻ കർണനെ വിട്ടിട്ട് അലായുധനെ ആക്രമിക്കുവാൻ തുടങ്ങി. ആ കുറ്റാക്കുറ്റുരുട്ടിൽ പോലും ഇരുവർക്കും ലക്ഷ്യം പിഴച്ചില്ല. അലായുധൻ ഒരു വലിയ കുന്തം എടുത്ത് ഘടോത്കചൻ്റെ തലയിൽ അടിച്ചു. അടിയേറ്റ് ഘടോത്കചൻ അല്പനേരം മൂർച്ഛിച്ച് ഇരുന്നു പോയി. പെട്ടെന്ന് ബോധം തെളിഞ്ഞ് അയാൾ ഒരു ഗദ വേഗത്തിൽ ചുഴറ്റി എറിഞ്ഞു. അലായുധൻ ഒഴിഞ്ഞു മാറിയെങ്കിലും അയാളുടെ രഥം തകരുകയും കുതിരകളും സാരഥിയും പരലോകത്തേക്ക് പോകുകയും ചെയ്തു. അലായുധൻ പെട്ടെന്ന് മായാവിദ്യകൾ പ്രയോഗിച്ച് ആകാശത്തേക്ക് ഉയർന്ന് അവിടെ നിന്നും ശരമാരി തൂകി. ആകാശത്ത് വെള്ളിടികൾ വെട്ടുന്ന കാർമേഘമായി അയാൾ രൂപമെടുത്തു. ഘടോത്കചനും ആകാശത്തേക്ക് ഉയർന്ന് മായാവിദ്യകൾ ആരംഭിച്ചു. അലായുധൻ
പാറക്കല്ലുകൾ ഭീമപുത്രൻ നേരെ എറിയുവാൻ തുടങ്ങി. ഓരോ ശരങ്ങളാൽ ഓരോ പാറക്കല്ലുകളെയും ഭീമസുതൻ തകർത്തുകൊണ്ടിരുന്നു. അവർ വീണ്ടും ഭൂമിയിലെത്തി പരസ്പരം പോരടിച്ചു. ഭീമപുത്രൻ അലായുധനെ പിടികൂടി എടുത്തുയർത്തി നിലത്തടിച്ചു. അയാളുടെ ആഭരണങ്ങളണിഞ്ഞ ശിരസ് ഘടോത്കചൻ ഛേദിച്ച് മുടിയിൽ പിടിച്ച് ദുര്യോധനൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. അലായുധൻ മരിച്ചത് കണ്ട് അങ്ങയുടെ പുത്രനും സൈനികരും വളരെയേറെ ദുഃഖിച്ചു. മഹാരാജാവെ, അലായുധനെ വധിച്ചതിൽ ഘടോത്കചന് വലിയ അഭിമാനം തോന്നി. അയാൾ സന്തോഷാതിരേകത്താൽ ഉറക്കെ അലറി. ആ ശബ്ദം കേട്ട് കൗരവ സൈന്യം വിറപൂണ്ടു. ഈ സമയത്തും കർണൻ പാണ്ഡവസേനയെ ഘോരമായി ആക്രമിച്ച് വധിക്കുകയായിരുന്നു. കർണൻ്റെ ശരങ്ങളേറ്റ് പാണ്ഡവ സൈന്യം ഒന്നാകെ നശിക്കുവാൻ തുടങ്ങി. ഭയന്നുപോയ ബാക്കിയുള്ളവർ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി യുധിഷ്ഠിരൻ്റെയും ഭീമൻ്റെയും സൈന്യത്തിന് ഉള്ളിൽ പ്രവേശിച്ച് രക്ഷപ്പെട്ടു. കർണൻ്റെ ഈ ശൗര്യം ഘടോത്കചനെ കോപിഷ്ഠനാക്കി. അയാൾ കർണനോട് യുദ്ധം ആരംഭിച്ചു. അവർ പരസ്പരം ശരങ്ങൾ വർഷിച്ച് യുദ്ധം തുടങ്ങി. ഘടോത്കചൻ്റെ അസ്ത്രപ്രയോഗത്തിൽ കർണനാകെ വിഷമത്തിലായി. അയാൾ ശരങ്ങൾ കൊണ്ട് ഇരുവർക്കുമിടയിൽ ഒരു വലിയ മറയുണ്ടാക്കി. പക്ഷേ ഭീമപുത്രൻ അത് തകർത്തെറിഞ്ഞു. അപ്പോൾ കർണൻ ശരസഞ്ചയത്താൽ ആകാശത്തെ മറച്ചു കളഞ്ഞു. അപ്പോൾ ഉള്ള വെളിച്ചവും നഷ്ടമായി. അതോടെ ആ രാക്ഷസകുമാരൻ ആകാശത്ത് ചുമന്ന മേഘങ്ങളായി പ്രത്യക്ഷപ്പെട്ടു. ആ മേഘങ്ങൾ അഗ്നിഗോളങ്ങളായി മിന്നലിനൊപ്പം ഉൽക്കകൾ പോലെ താഴേക്ക് വീണു. ആ തീഗോളങ്ങളെ നേരിടുവാൻ കർണന് പണിപ്പെടേണ്ടി വന്നു. ഘടോത്കചൻ്റെ ശരങ്ങളേറ്റ് മഹാരഥന്മാരായ പലരും കാലഗ്രഹത്തിലേക്ക് പോയി. ഇത് കണ്ടുനിന്ന സൈനികർ പ്രാണരക്ഷാർത്ഥം ചിതറിയോടി. രാജാവെ, ഭീതിജനകമായിരുന്നു യുദ്ധക്കളം. മനുഷ്യ ശിരസ്സുകളും ഉടലുകളും എങ്ങും കൂമ്പാരമായി കിടന്നു. ചോരച്ചാലുകൾ നിലയ്ക്കാതെ ഒഴുകി. ചത്തുവീണ കുതിരകളുടെയും ആനകളുടെയും ജഡങ്ങൾ കൊണ്ട് യുദ്ധഭൂമി നിറഞ്ഞു. തകർന്ന രഥങ്ങൾ എവിടെയും ചിതറിക്കിടന്നു. ജീവഭയത്താൽ പിന്തിരിഞ്ഞോടിയ കൗരവ സൈന്യം വിളിച്ചു പറഞ്ഞു, ഓടി രക്ഷപ്പെട്ടുകൊള്ളുവിൻ, ഓടി രക്ഷപ്പെട്ടുകൊള്ളൂ. ഇത് കുരുക്ഷേത്ര ഭൂമിയല്ല. ദേവേന്ദ്രൻ ദേവസൈന്യവുമായി വന്ന് നമ്മളെ വധിക്കുകയാണ്. രാജാവേ, ഈ രീതിയിൽ കൗരവ സൈന്യം ഭയന്നോടുമ്പോഴും കർണൻ അക്ഷോഭ്യനായി നിൽക്കുകയായിരുന്നു. അയാൾ ഒറ്റയ്ക്ക് പാണ്ഡവ സൈന്യത്തെ തടഞ്ഞു നിർത്തി. അപ്പോൾ ഘടോത്കചൻ രാക്ഷസന്മാർക്ക് മാത്രം പരിചിതമായ നൂറ്റുകൊല്ലി എന്ന ആയുധം വിക്ഷേപിച്ചു. അതിനെ തടയാനാകാതെ കർണൻ രഥത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു. പക്ഷേ അതേറ്റ് കർണൻ്റെ കുതിരകൾ കാൽമുട്ടുകൾ ഒടിഞ്ഞ് നിലം പതിച്ചു. അവ ഒന്ന് പിടഞ്ഞ് ചാകുകയും ചെയ്തു. രാജാവേ, ഭീമപുത്രൻ്റെ മായായുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൗരവസേന പരക്കം പാഞ്ഞോടുകയായിരുന്നു. നിലത്തു ചാടി രക്ഷപ്പെട്ടെങ്കിലും കർണൻ പരിഭ്രാന്തനായില്ല. അയാളോട് അങ്ങയുടെ പുത്രന്മാർ കെഞ്ചിക്കീണ് പറഞ്ഞു, സഹോദര, ദയവായി ഈ രാക്ഷസനെ വധിക്കൂ. ഇവൻ യുദ്ധം തുടർന്നാൽ നമുക്കിനി അധികം നിലനിൽപ്പില്ല. ഭീമാർജുനന്മാരെക്കാൾ ഇവനെ ഞങ്ങൾ ഭയപ്പെടുന്നു. കർണ, രാത്രിയിൽ അസുരർക്ക് ശക്തി ഇരട്ടിയാകും. ഇപ്പോൾ ഇയാളെ തടയാൻ നമുക്കാവതില്ല. ഇവനില്ലാതെ ആയാൽ ശേഷിക്കുന്നവർ നമുക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഇന്ദ്രദേവൻ തന്ന ആ ശക്തി ഉപയോഗിച്ച് ഇവനെ വധിക്കൂ. കൗരവർ ശക്തരാണ്. പക്ഷേ ഇവൻ തുടർന്നാൽ ഈ രാത്രി തന്നെ കൗരവർ ഇല്ലാതെയാകും. കർണൻ ഒന്ന് മടിച്ചുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, ഈ ശക്തി ഞാൻ അർജുനന് വേണ്ടി കരുതി വച്ചിരിക്കുന്നതാണ്. ഇത് നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, മിത്രമേ, ഈ രാത്രിയിൽ ഘടോത്കചൻ പഞ്ചപാണ്ഡവരെക്കാൾ ശക്തനാണ്. ഇവൻ ഈ രാത്രിയിൽ തന്നെ ഇല്ലാതെയായാൽ നാളെ നമുക്ക് പാണ്ഡവരെ നാമാവശേഷമാക്കിക്കൂടെ? അതിനുള്ള ശക്തി അങ്ങേക്കുണ്ട്. മടിച്ചു നിൽക്കാതെ ശക്തി പ്രയോഗിക്കൂ. മഹാരാജാവേ, ഭീമപുത്രൻ കൗരവ സൈന്യത്തിനിടയിൽ സംഹാര താണ്ഡവമാടുകയായിരുന്നു. അയാൾ വീണ്ടും കർണന് നേരെ ആക്രമണം ആരംഭിച്ചു. അയാളെ അസ്ത്രങ്ങൾ കൊണ്ട് തടഞ്ഞു നിർത്തുവാൻ കർണൻ പലവരും ശ്രമിച്ചു. തോറ്റു പിന്മാറുകയല്ലാതെ ആ രാത്രിഞ്ചരനോട് യുദ്ധം ചെയ്യുവാൻ കർണൻ അശക്തനായിരുന്നു. ഒടുവിൽ അന്തിമമായ തീരുമാനമെടുത്തുകൊണ്ട് കർണൻ തനിക്ക് ഇന്ദ്രദേവൻ വരപ്രസാദമായി നൽകിയ വൈജയന്തി എന്ന ശക്തി കയ്യിലെടുത്തു. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവെ, പാർത്ഥനെ വധിക്കാൻ വർഷങ്ങളായി കർണൻ കരുതി വച്ചിരുന്ന ആയുധമായിരുന്നു വൈജയന്തി എന്ന ആ ശക്തി. നിരന്തരം അയാൾ അതിനെ പൂജിച്ചു. പക്ഷേ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ വൈജയന്തിയെ കർണൻ ഭീമപുത്രന് നേരെ പ്രയോഗിച്ചു. അത് കണ്ട മാത്രയിൽ ഘടോത്കചൻ ഭീതിയോടെ ഓടുവാൻ തുടങ്ങി. ഒടുവിൽ കത്തിജ്വലിച്ചു വന്ന ആ ശക്തി ഘടോത്കചൻ്റെ മാറിടം പിളർന്ന് പുറത്തേക്ക് പോയി. അത് നക്ഷത്രങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ചു.
പക്ഷേ ആ മരണവിപ്രാളത്തിനിടയിലും രാക്ഷസൻ പാണ്ഡവർക്ക് വേണ്ടി തന്നെ പോരാടി. ശക്തിയേറ്റ് മാറിടം പിളർന്ന ഘടോൽക്കജൻ ഒരു പർവ്വതത്തോളം വളർന്നു. അതിഘോരമായി അലറിക്കൊണ്ട് അയാൾ കൗരവ സൈന്യത്തിന് മേലേക്ക് പതിച്ചു. ഒരക്ഷോഹിണി കൗരവപ്പട ഘടോൽക്കജൻ്റെ ശരീരത്തിനടിയിൽപ്പെട്ട് കാലപുരിയിലേക്ക് പോയി. സ്വന്തം മരണം പോലും രാജാവെ ആ രാക്ഷസകുമാരൻ ശത്രുനിഗ്രഹത്തിനാണ് ഉപയോഗിച്ചത്. ഘടോൽക്കജൻ്റെ മരണം കൗരവർക്ക് ഒരാഘോഷമായിരുന്നു. അവർ വാദ്യമേളങ്ങൾ മുഴക്കി ആ വിജയം ആഘോഷിച്ചു. എല്ലാവരും കർണനെ വാഴ്ത്തി. ദുര്യോധനൻ കർണനെ സ്വന്തം രഥത്തിലേറ്റി തൻ്റെ സൈന്യത്തിനിടയിലേക്ക് കൊണ്ടുപോയി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.